ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹർ ചോദിക്കണ്ട്, എന്നിട്ട് മോളും അമ്മേനെയും കുട്ടിക്ക് പോയിട്ട് അവിടെ കിരണിന്റെ അച്ഛനും അമ്മയും സ്വീകരിച്ചു, എവിടെന്ന് അവർ പറഞ്ഞയച്ചു, എന്തിനാ അവിടെയൊക്കെ പോയത് എന്ന് ചോദിക്കുമ്പോഴേക്കും സരിയോ പറയണ്ട, അത് വേറെ ഒന്നുമല്ല മനുവേട്ടാ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേക്കും അമ്മ ഒറ്റയ്ക്കല്ലേ, അപ്പം അമ്മ ഒറ്റയ്ക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് ആക്കിയതാണ് എൻ്റെ മോളു. നമ്മൾ ഇവിടുന്ന് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഏറിപ്പോയാൽ 1 മാസം, അതുകൊണ്ട് നമ്മൾ അമ്മേനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ലേ. അമ്മക്ക് അമേരിക്ക വന്നാൽ ഒരു ബോറടി ഉണ്ടാവില്ല. 4-5 നായ്ക്കളൊക്കെ ഉണ്ട്, എനിക്ക് നല്ല അടിപൊളി നായ്ക്കൾ, അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം പോണത് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ഷാരി മനസ്സിലാക്കണം, അതിനേക്കാളൊക്കെ വലിയൊരു നായടാ നിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത നായ എന്നൊക്കെ ഷാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. ശേഷം മനോഹർ പറയണ്ട, എന്തായാലും മോള് നമുക്ക് അമേരിക്കയിൽ പോയി കഴിഞ്ഞിട്ട് അമ്മേനെയും അങ്ങോട്ടേക്ക് വിളിക്കാം, അതോർത്ത് മോളിന് ടെൻഷൻ അടിക്കണ്ട, ഇനി അമ്മക്കുള്ള സ്ഥലമൊന്നും മോള് നോക്കണ്ട, അമേരിക്ക പോകുമ്പോൾ തന്നെ നമുക്ക് അമ്മക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയാണ്. വാ മോളു എന്ന് പറഞ്ഞിട്ട് സരിയനും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാട്ടോ. ശേഷം വാതിലടച്ചിട്ട് നമ്മുടെ മനോഹർ പറയണ്ടേ, എന്തായാലും അമേരിക്കയിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ മോളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. ഞാൻ നല്ലൊരു അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനാണ് തീരുമാനിച്ചേക്കണത്, ഹെഡ് മിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞേക്കണത് എത്ര രൂപ വേണമെങ്കിൽ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ സീറ്റ് നമ്മുടെ മോൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചിരിക്കാൻ. ഓഹോ, മനുവേട്ടൻ മോൾക്ക് വേണ്ടി സീറ്റ് വരെ ബുക്ക് ചെയ്തോ. പിന്നെ അല്ലാതെ അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളിലാണ് നമ്മുടെ മോള് പഠിക്കാൻ പോണത് എന്നൊക്കെ പറയാണ്. ഓ, മോളെക്കുറിച്ച് ഇത്രയൊക്കെ വിചാരം മനുവേട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ മോളു, എൻ്റെ മനസ്സിൽ നീയോ എൻ്റെ അമ്മയുടെ മകളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മനോഹർ വേഗം തന്നെ നമ്മുടെ മോളുടെ അടുത്തേക്ക് പോവാട്ടോ. ശേഷം മോളെടുക്കുന്നുണ്ട്, മോളെടുത്തിട്ട് ഒരു ഉമ്മ കൊടുക്കുകയാണ്. എൻ്റെ പൊന്നു മോളെ, നീ എൻ്റെ മനസ്സിൽ കയറിപ്പറ്റി, ഇനി നിൻ്റെ ഓർമ്മകൾ തന്നെയായിരിക്കും എനിക്ക്, അത് മാഞ്ഞു പോകാൻ കുറച്ച് കാലതാമസം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മകളിങ്ങനെ എടുത്ത് പിടിച്ചിരിക്കണം. കാണുമ്പോഴേക്കും സരിയും മനോഹറിനെ ദേഷ്യത്തോടെ നോക്കണം. അവൻ നാളെ കല്യാണം കഴിക്കാൻ പോവാണ്, ഇനി ഒരിക്കലും എന്നെ മോളം കാണാൻ പറ്റില്ലല്ലോ, അതിൻ്റെ സ്നേഹപ്രകടനമാണ് അവൻ ചെയ്യണത് എന്നൊക്കെ സരയു ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. ശേഷം രാവിലെ തന്നെ നമ്മുടെ മരിയ ഒരുങ്ങുന്നതാണ് കാണിക്കുന്നത്. മരിയനെ ഒരു ബ്യൂട്ടീഷ്യൻ ഇങ്ങനെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ മരിയ പറയണ്ടോ, അയ്യോ ഇങ്ങനെ ഇതൊക്കെ മതി, ഇതിൽ കൂടുതലൊന്നും ചെയ്യണ്ട, ഞാനും അവനും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും അതല്ല മേഡം, നിങ്ങളിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ, ഫോട്ടോസ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ഫോട്ടോസ്, കല്യാണ ഫോട്ടോസ്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴേക്കും അയ്യോ ഇതിനേക്കാളും കുറച്ചിട്ട് നല്ലതാക്കാമായിരുന്നു എന്ന് ആലോചിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഒരുങ്ങിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മേഡം എന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടീഷ്യൻ നമ്മുടെ മരിയനെ നല്ല രീതിയിൽ തന്നെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം മനോഹറും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ. മനോഹർ രാവിലെ തന്നെ സരിയുവിൻ്റെ അടുത്ത് ഒരു അലമാര തൊട്ടിങ്ങനെ കാണിക്കുന്നുണ്ട്. മോൾക്ക് ഇതിൽ ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടമായത് എന്ന് ചോദിക്കുകയാണ്. അലമാര നോക്കുമ്പോൾ സരിയു ഞെട്ടിപ്പോകാണ്, എല്ലാം വെള്ള ഡ്രസ്സ് മാത്രമായിട്ടുള്ളത്. അയ്യോ മനുവേട്ട, ഇതിൽ കൂടുതൽ വൈറ്റ് ഡ്രസ്സുകളാണല്ലോ ഉള്ളത്. അതേ മോളു, നാളെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, വൈറ്റ് ഡ്രസ്സ് വേണം ഇട്ടുകൊണ്ട് പോകാനായിട്ട്, അതുകൊണ്ട് ആ മോളോട് ചോദിച്ചത് മോൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന്. മോൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സേ ഞാൻ നാളെ ഇടുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ സരിയു അതിലൊരു വൈറ്റ് ഡ്രസ്സ് എടുത്ത് മനോഹറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ മനുവേട്ട, എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എങ്കിലും ഫിക്സ് ചെയ്യാം, ഈ ഡ്രസ്സ് തന്നെ ഞാൻ ഇടുള്ളൂ എന്ന് പറയാണ്. അത് കേൾക്കണ സരിയു മനസ്സിൽ വിചാരിക്കണം, അവൻ്റെ കല്യാണ ഡ്രസ്സ് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടെന്ന് എൻ്റെ ഒരു ഗതികേട് എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനോഹർ ആ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ആ ഡ്രസ്സൊക്കെ ഉടുത്തൊരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് കണ്ണാടിയുടെ മുമ്പിലിരിക്കുക കേട്ടോ മനോഹറിൻ്റെ മുടിയൊക്കെ ചീവി കൊടുക്കുകയാണ് സരയു. അപ്പോൾ മനോഹർ ചോദിക്കേണ്ട, എല്ലാ മോളും ഇന്നെന്താ നീ എന്നെ ഒരുക്കി തരാമെന്ന് വിചാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എല്ലാ മനുവേട്ടൻ വലിയൊരു മീറ്റിങ്ങിന് പോവല്ലേ, പിന്നെ നമ്മുടെ നാട്ടിലുള്ള അവസാനത്തെ മീറ്റിംഗ് അല്ലേ ഇത്, അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ട് പോട്ടെ മനുവേട്ടെന്ന് ഞാനും വിചാരിച്ചു. അയ്യോ മോളു അങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ മകൾ വളർന്ന് വലുതായി കഴിയുമ്പോഴേക്കും നമുക്ക് അവളെ സ്കൂളിലൊക്കെ ചേർക്കില്ലേ, അപ്പം നമുക്ക് വേണമെങ്കിൽ നാട്ടിലേക്കൊക്കെ ഒന്ന് വരാം, ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെ 1-2 ദിവസം നമുക്ക് തങ്ങാം, അതിന് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. എന്തായാലും മോൾ ഒരുക്കിയത് കൊള്ളാം കേട്ടോ, ഇന്ന് എന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയാണ്. അത് ഞാൻ ഒരുക്കിയത് കൊണ്ടാണ് മനുവേട്ട, പിന്നെ എൻ്റെ മോളിനെ കാണാൻ നല്ല ഭംഗിയാട്ടോ, അതുകൊണ്ടാണ് എന്നെ നല്ല ഭംഗിയായിട്ട് മോൾ ഒരുക്കിയേക്കണത് എന്ന് പറയുമ്പോഴേക്കും സരിയോ മനസ്സ് വിചാരിക്കണം, ഇങ്ങനെ എത്ര പെണ്ണുങ്ങളുടെ ജീവിതോടാ നീ തൊലച്ചേക്കണത്, ഇത് നിൻ്റെ എത്രാമത്തെ കല്യാണോടാ അലവലാതി എന്നൊക്കെ സരിയോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. അല്ല മോൾ എന്തെങ്കിലും വിചാരിച്ചോ? ഒന്നുമില്ല മനുവേട്ട എന്ന് പറയാണ്. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട് മോളു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അല്ല മോള് വരുന്നുണ്ട് എൻ്റെ കൂടെ? ഇല്ല മനുവേട്ടൻ പോയിട്ട് വാ. മോൾക്ക് ഒരു കാര്യം ചെയ്യും, ഞാൻ നല്ലൊരു മീറ്റിങ്ങിന് പോകാൻ പോവാണല്ലോ, മോൾ അമ്മേനെയും കൂട്ടിക്കൊണ്ട്, ഞാൻ മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ മോൾ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വാ, ഈ മീറ്റിംഗ് സക്സസ് ആവണേന്ന്. മനുവേട്ടൻ അത് പറയാതെ തന്നെ ഞാൻ ചെയ്യാൻ നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ സത്യം മനുവേട്ടൻ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ അമ്മേനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തനിച്ചാണെങ്കിൽ മനുവേട്ടൻ ഈ മീറ്റിങ്ങിന് ഒരു തടസ്സം ഉണ്ടാവരുത്
ചെയ്തേ, മനുവേട്ടനെ മീറ്റിംഗ് 100% സക്സസ് ആവണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുമായിരുന്നു മനുവേട്ട. ആണോ? എങ്കിൽ മോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വാട്ടോ. എങ്കിൽ ശരി മോളൂ, എന്ന് ഞാൻ പോയിട്ട് വരാം. ആ ശരി മനുവേട്ട എന്ന് പറയണ്ട്. അങ്ങനെ മനോഹർ ഇങ്ങനെ ഉടുത്തൊരുങ്ങി ഇങ്ങനെ പോകുമ്പോഴേക്കും സരയു മനസ്സിൽ വിചാരിക്കുകയാണ്, ഹോ ഭർത്താവിൻ്റെ കല്യാണത്തിന് വേണ്ടി ഉടുത്തൊരുക്കി കൊടുക്കുന്ന ഭാര്യ, ഇതിനേക്കാളും വലിയ ഗതികേട് ആർക്ക് വരാനുണ്ട് ഈശ്വര എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി സ്റ്റെപ്പ് ഇറങ്ങി നിലത്തേക്ക് വരുമ്പോഴേക്കും തൊട്ട് പിന്നിലെ സരയും വരുന്നുട്ടോ. ഷാരു ചോദിക്കണ്ടേ, അല്ല നിങ്ങൾ എവിടെയെങ്കിലും പോകുവാണോ? ഞാനല്ല, മനുവേട്ട മാത്രമേ പോകുന്നുള്ളൂ എന്ന് സരയു പറയാണ്. ഷാരി മനുവിനെ അടിമുടി ഇങ്ങനെ നോക്കുക കേട്ടോ. ഈശ്വര, ഇവൻ്റെ വൈറ്റ് ഡ്രസ്സ് കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഇന്നിവൻ്റെ കല്യാണമാണെന്നാണല്ലോ തോന്നുന്നത് എന്ന് ഷാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണ്ടേ. എന്താ അമ്മ ആലോചിക്കണത്? ഒന്നുമില്ല മോളെ, ഇവൻ്റെ വേഷം കണ്ട് നോക്കിപ്പോയതാണ്, നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, മോളുമാണ് ഒരുക്കി അയക്കണത് എന്ന് പറയണം. എങ്കിൽ ശരി, നിങ്ങളന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് ഇറങ്ങാണ്. മനോഹർ പോയി കഴിയുമ്പോഴേക്കും സരിയു ഷാലിനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അല്ല മോൾക്ക് ചായ എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ല നീ എവിടേക്കാ പോകാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാനേ കർക്കിടക മാസമൊക്കെ അല്ലേ, പുനർജനി വരെ ഒന്ന് പോവാ. അവിടേക്ക് എന്തിനാ? അല്ല നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ വേണ്ടി പോണതാ എന്ന് പറയാണ്. നിങ്ങളും വന്നേക്ക്. മോളെ ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. ഓൾറെഡി എനിക്കിപ്പം തന്നെ ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ തിരിച്ചടി കിട്ടുന്നുണ്ട്, ഇനി ഞാൻ ഒന്നിനും ഇല്ലെന്ന് പറയാണ്. അല്ല ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് സരയു ചോദിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണോ, നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ഫലമായിട്ടാണോ നമുക്ക് ചീത്ത ഭർത്താക്കന്മാരെ കിട്ടണത് എന്ന് ചോദിക്കുകയാണ്. എന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത്? അല്ല നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ കിട്ടിയത് ആ രീതിയിലാണെന്നാണ് നിങ്ങളുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നണത്. ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല മോളെ. അല്ല നീ എന്താ അങ്ങനെ ചോദിച്ചത്? ചോദിച്ചതേ ഉള്ളൂ, ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സാരി അപ്പം തന്നെ മോളെ നന്നായിട്ട് നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്കിന് പോവാട്ടോ. അവനുള്ള ഇരുമ്പ് വടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു നേരെ മനോഹർ പോയാൽ അതിൻ്റെ പിന്നാലെ തന്നെ സരിയും പോവുകയാണ്. അങ്ങനെ മനോഹർ നേരെ മരിയയുടെ അടുത്തേക്കാണ് പോണത്. മരിയയുടെ ഫ്ലാറ്റിൽ പോകുമ്പോൾ മനോഹർ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും മരിയ അവിടേക്ക് വരുവാട്ടോ. മരിയനെ കാണുമ്പോൾ മനോഹർ പറഞ്ഞു, ഇന്ന് നീ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ്. ബ്യൂട്ടീഷ്യൻ വന്നല്ലേ? വന്നു എന്ന് പറയാണ്. അല്ല നീയും നല്ല സുന്ദരനായിട്ട് നിന്നെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട്, നീയും ബ്യൂട്ടീഷ്യനെ വല്ല വിളിച്ചോ? ഇല്ല മോളൂ, എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നായിരുന്നു ഒരുക്കാനായിട്ട്, അവനൊരുക്കി തന്നതാ. അപ്പം അവന് ഒരേ നിർബന്ധം കല്യാണത്തിന് പങ്കെടുക്കണമെന്ന്. അപ്പം കൂട്ടുകാരനല്ലേ, വിളിച്ചൂടായിരുന്നു? വേണ്ട മോളൂ, ഒരാളെ വിളിച്ചാൽ പിന്നെ എല്ലാവരും വിളിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഒഴിവാക്കി. എന്ന് നമുക്ക് ഇറങ്ങിയാലോ? അതിനു മുമ്പ് നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറയാണ്. അങ്ങനെ മരിയ അതുപോലെ തന്നെ മനോഹറും കൂടി ഒരു സെൽഫിയൊക്കെ എടുക്കുക കേട്ടോ. മരിയ പറയണ്ട്, ഈ സെൽഫി കൊള്ളാലേടാ, ഞാൻ ഇപ്പം തന്നെ ഇതെൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ, അയ്യോ മോളൂ ഇപ്പം ഷെയർ ചെയ്യണ്ട, അതെ ഇപ്പം ഷെയർ ചെയ്താൽ ശരിയാവില്ല, നമ്മുടെ മിന്നുകെട്ടൊക്കെ ഒന്ന് കഴിയട്ടെ, അമേരിക്കയിലേക്ക് എത്തട്ടെ, എന്നിട്ട് ഷെയർ ചെയ്താൽ മതി എന്ന് പറയാണ്. അമേരിക്കയിൽ എത്തുമ്പോൾ തന്നെ നീ എൻ്റെ ബിസിനസ്സിൻ്റെ പാർട്ട്ണർ ആവണം കേട്ടോടാ, അപ്പം എൻ്റെ ബിസിനസ്സിൻ്റെ കുറച്ച് ലോഡ് കുറയുമല്ലോ, അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം മോളൂ. ഇനി നിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പോകുന്നത് ഞാനാണ്. പിന്നെ നമുക്കിനി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കണം. പിന്നെ നീ ബിസിനസ്സിലൊക്കെ കുറച്ച് മാറി നിൽക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് മനോഹർ പറയാണ്. നീ ഇപ്പം തന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയോ? പിന്നെ ആലോചിക്കണ്ടേ? നോക്ക്, നിനക്കും എനിക്കും പ്രായം കൂടി വരുവാണ്, അപ്പോൾ കുട്ടികളെ ഇനി വൈകിപ്പിക്കേണ്ട എന്ന് പറയാണ്. ശേഷം അവർ നാണത്തോടു കൂടി തന്നെ പള്ളിയിലേക്ക് ഇറങ്ങുവാട്ടോ. അങ്ങനെ ഒരു കാറിൽ കയറിയിട്ട് അവർ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ആ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും മനോഹർ വണ്ടി നിർത്തുന്നുണ്ട്. ചെറിയൊരു കപ്പോളയാട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മനോഹറും അതുപോലെ തന്നെ മരിയയും കൂടി നിൽക്കുവാണ്. അപ്പോൾ മനോഹർ പറഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിയുമ്പോൾ നമുക്കൊരു കമ്പനി തുടങ്ങണം, കമ്പനിയുടെ പേര് എംബാൻഡം. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ആലോചിച്ചതായിരുന്നു, എന്നിട്ട് മോഡ് ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, അത് പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നടാ. എംബാൻഡം കൊള്ളാം, മരിയ ആൻഡ് മനോഹർ എന്നൊക്കെ പറയാണ്. അപ്പോൾ നമുക്ക് താലി കെട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് മനോഹർ ആ താലി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മരിയടുത്ത് പറഞ്ഞിട്ട് ചെറിയൊരു താലിയാണ്, അത് കുഴപ്പമില്ല, നമ്മൾ ഒരുമിച്ച് പോയി സെലക്ട് ചെയ്തതല്ലേ, ഇത് തന്നെ ധാരാളം എന്ന് പറയാണ്. അങ്ങനെ മനോഹർ ആ താലി മരിയയുടെ നേരെ ഇങ്ങനെ വെച്ചിട്ട് താലി കെട്ടാൻ പോകുമ്പോഴേക്കും അവിടെ സരിയു കറക്റ്റായിട്ട് എത്തുന്നു കേട്ടോ. സരിയു ചെറിയൊരു വിഷമത്തോടു കൂടി തന്നെ ആ കാഴ്ച നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനോഹർ മരിയയുടെ കഴുത്തി താലി കെട്ടുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.